Christ in you, Christ in you, Christ in you. യുവജനമേ ഉണരൂ, നവഗണമായുയരൂ, യേശുവിൻ തിരുമാറിൽ ചേർന്ന് സ്നേഹം നുകർന്നിടൂ. യുവജനമേ ഉണരൂ, ആത്മാവിൽ ഉയരൂ, വരദാന ഫലത്തിൻ വർണ്ണക്കൊടികൾ പാരിൽ ഉയർത്തിടൂ. രക്ഷയുടെ പാദത്തൊപ്പി അണിഞ്ഞൊരുങ്ങണം, നീതിയുടെ കവചം ധരിച്ചു പോരിനൊരുങ്ങണം, വചനമീതലവാളെടുത്തിടണം, ദുഷ്ടനെ ജയിക്കാം വിശ്വാസ പരിചയ യുദ്ധവീരൻ യേശുവിൻ കൂടെ അണിചേർന്നിടണം. Christ in you, Christ in you, Christ in you. Christ in youth. ഹലോ, ഹായ്, വെൽക്കം ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത്. ഏകദേശം 19 വർഷം പുറകിലുള്ള ഒരു കഥയാണ്. ഒരു കുടുംബം തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിക്കാനായിട്ട് കാലമായി. പക്ഷേ കുടുംബനാഥന് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിവൃത്തിയില്ല. അതുകൊണ്ട് ഒരു കുതിരവണ്ടിയിൽ കടം പറഞ്ഞ് അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് പോയി. പ്രസവ വാർഡിൽ ആണുങ്ങളാരും നിൽക്കേണ്ടതില്ല എന്ന് അവിടുന്ന് ഒരു അറിയിപ്പ് വന്നു. അയാൾ പേടിയോടുകൂടി തൻ്റെ വീട്ടിലേക്ക് മടങ്ങിച്ചെന്നു. ആ രാത്രിയിൽ അയാൾക്ക് അതിഭീകരമായ ഭയം തോന്നി തുടങ്ങി. തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും നഷ്ടപ്പെടുമോ? കൃത്യസമയത്ത് അവരെ എത്തിക്കാനായോ? ആ രാത്രിയിൽ അയാൾക്ക് കിടന്നിട്ട് ഉറക്കം വന്നില്ല. തിരിഞ്ഞും മറിഞ്ഞും കിടന്ന അയാൾ രാത്രിയിൽ ഒരു പേനയും പേപ്പറും എടുത്തു വെച്ച് ഇങ്ങനെ എഴുതി: അനുഗ്രഹത്തിൻ അധിപതിയെ, അനന്തകൃപ പെരുന്നതിയെ. ആ രാത്രിയിൽ അയാൾ ചിന്തിച്ചു കൂട്ടിയതെല്ലാം അയാൾ പേപ്പറിലേക്ക് എഴുതി. തൻ്റെ ജീവിതത്തിൽ വലിയ ദുരന്തങ്ങൾ വന്നാലും ഇനി ആശ്രയിക്കാൻ ക്രിസ്തുവുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ അയാൾ ഇങ്ങനെ കൂടി എഴുതി വെച്ചു: വൻവിധികൾ വന്നു ചേർന്നാലും തളരില്ല ഞാൻ ഒരിക്കലും. പ്രിയമുള്ളവരെ, ജിമ്മി ചെറിയാൻ എന്ന് പറയുന്ന പ്രത്യാശാ ഗാനങ്ങൾ എഴുതിയ ഒരാളുടെ ജീവിതമാണ് പറഞ്ഞത്. ക്രിസ്തുവിന് വേണ്ടി ജീവിതം നൽകിയതിന് ശേഷം ജീവിതത്തിൽ വന്നു ചേരുന്നതെല്ലാം അനുഗ്രഹത്തിൻ്റെ അധിപതിയുടെ കൃപകളായി മാത്രം കണ്ട ഒരു വ്യക്തി. അങ്ങനെ ക്രിസ്തു നൽകിയ അനുഗ്രഹങ്ങളുടെ, കൃപകളുടെ ഒരു വലിയ നീണ്ട നിര ജീവിതത്തിൽ പ്രഘോഷിച്ചും നീങ്ങുന്ന ഒരു പറ്റം യുവജനങ്ങളാണ് ഇന്നത്തെ ദിവസം ക്രൈസ്റ്റ് ഇൻ യൂത്തിൽ നമ്മളോടൊപ്പമുള്ളത്. സോ ലെറ്റ്സ് വെൽക്കം ഗാഗുൽത്ത യൂത്ത് ആർമി ടു ക്രൈസ്റ്റ് ഇൻ യൂത്ത്. Show me the truth, show me the light, show me the way to go home, baby. Show me the truth, show me the light, show me the way to go home, baby.
Jesus sat by the road and he said, oh, I am the truth, I am the light, I am the way to go home with me. Christ in Youth. ഈശോ നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനമാണ് അവിടുത്തെ തിരുവചനം. അവിടുന്ന് നമ്മുടെ പാത തെളിക്കാനും നമ്മുടെ പാതയിൽ വെളിച്ചം പകരാനും അവിടുന്ന് നമുക്ക് തന്ന ഏറ്റവും വലിയ സമ്മാനം. അതെ, നമ്മുടെ ജീവിതത്തിൽ അവിടുന്ന് നമുക്ക് ഉപദേശങ്ങൾ തരാനും തീരുമാനങ്ങൾ എടുക്കുവാനും നമ്മളുടെ കൂടെ അയക്കാൻ നമുക്കൊരു സുഹൃത്തായി അവിടുന്ന് വചനത്തെ അയച്ചു. നമുക്ക് ഈശോയുടെ തിരുവചനങ്ങൾ അവിടുത്തെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും അല്പനേരം ശ്രവിക്കാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 2-ാം അധ്യായം 1 മുതൽ 9 വരെയും 21 മുതൽ 24 വരെയുള്ള. അവർ മിഥ്യാസങ്കല്പത്തിൽ മുഴുകി. ജീവിതം ഹ്രസ്വവും ദുഃഖകരവുമാണ്. മരണത്തിന് പ്രതിവിധിയില്ല. പാതാളത്തിൽ നിന്ന് ആരും മടങ്ങി വന്നതായി അറിവില്ല. നമ്മുടെ ജനനം യാദൃച്ഛികമാണ്. ഒരിക്കലും ഉണ്ടായിരുന്നില്ല എന്ന വിധം നാം മറഞ്ഞുപോകും. നാസികയിലെ ശ്വാസം പുകയാണ്. ഹൃദയസ്പന്ദനം കൊണ്ട് ജ്വലിക്കുന്ന തീപ്പൊരിയാണ് ചിന്ത. അത് കെട്ടുകഴിഞ്ഞാൽ ശരീരം ചാരമായി. ആത്മാവ് ശൂന്യമായ വായു പോലെ അലിഞ്ഞില്ലാതാകും. ക്രമേണ നമ്മുടെ നാമം വിസ്മൃതമാകും. നമ്മുടെ പ്രവൃത്തികൾ ആരും ഓർമ്മിക്കുകയില്ല. ജീവിതം മേഘശകലം പോലെ മാഞ്ഞുപോകും. സൂര്യകിരണങ്ങളേറ്റ് ചിതറുന്ന, വെയിലേറ്റില്ലാതാവുന്ന മൂടൽമഞ്ഞു പോലെ അത് നശിക്കും. നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന കാലം നിഴൽ പോലെ കടന്നു പോകുന്നു. മരണത്തിൽ നിന്ന് തിരിച്ചു വരവില്ല. അത് മുദ്രയിട്ട് ഉറപ്പിച്ചതാണ്. ആരും തിരിച്ചു വരികയില്ല. വരുവിൻ, ഇപ്പോഴുള്ള വിശിഷ്ട വസ്തുക്കൾ ആസ്വദിക്കാം. യുവത്വത്തിൻ്റെ ഉന്മേഷത്തോടെ ഈ സൃഷ്ടികൾ അനുഭവിക്കാം. മുന്തിയ വീഞ്ഞും സുഗന്ധദ്രവ്യങ്ങളും നിറയെ ആസ്വദിക്കാം. വസന്തപുഷ്പങ്ങളെയൊന്നും വിട്ടുകളയേണ്ട. വാടുമുൻപേ പനിനീർ മൊട്ടുകൊണ്ട് കിരീടമണിയാം. സുഖഭോഗങ്ങൾ നുകരാൻ ആരും മടിക്കേണ്ട. ആഹ്ലാദത്തിന് മുദ്രകൾ എവിടെയും പതിക്കാം. ഇതാണ് നമ്മുടെ ഓഹരി, ഇതാണ് നമ്മുടെ അവകാശം. അവർ ഇങ്ങനെ ചിന്തിച്ചു. എന്നാൽ അവർക്ക് തെറ്റുപറ്റി. ദുഷ്ടത അവരെ അന്ധരാക്കി. ദൈവത്തിൻ്റെ നിഗൂഢ ലക്ഷ്യങ്ങൾ അവർ അറിഞ്ഞില്ല. വിശുദ്ധിയുടെ പ്രതിഫലം പ്രതീക്ഷിച്ചില്ല. നിരപരാധർക്കുള്ള സമ്മാനം വിലവെച്ചില്ല. ദൈവം മനുഷ്യനെ അനശ്വരതയ്ക്ക് വേണ്ടി സൃഷ്ടിച്ചു. തൻ്റെ അനന്തതയുടെ സാദൃശ്യത്തിൽ നിർമ്മിച്ചു. പിശാചിൻ്റെ അസൂയ നിമിത്തം മരണം ലോകത്തിൽ പ്രവേശിച്ചു. അവൻ്റെ പക്ഷക്കാർ അതനുഭവിക്കുന്നു. സ്നേഹപിതാവായ ഈശോയെ, അങ്ങയുടെ ഈ തിരുവചനങ്ങൾക്ക് ഞങ്ങൾ ആദ്യമേ നന്ദി പറയുന്നു. ഈ തിരുവചനങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായം ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ. ഈ ലോകത്തിലെ ദുരാസക്തികളിൽ നിന്നും മറ്റ് ദുഷ്ടതകളിൽ നിന്നും ഞങ്ങൾക്ക് നേർവഴി കാണിക്കാൻ അവിടുത്തെ വചനം ഞങ്ങൾക്ക് വഴി തെളിക്കണമേ. അങ്ങയുടെ പ്രത്യേകമായ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങൾ ഓരോരുത്തർക്കും നൽകണമേ. ധൈര്യവും ബുദ്ധിയും ജ്ഞാനവും അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ. അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും തെറ്റായ തീരുമാനങ്ങളെടുക്കാൻ ഞങ്ങൾ മുതിരുമ്പോൾ ഞങ്ങളെ തടയണമേ. ശരിയായ പാത തിരഞ്ഞെടുക്കാൻ ഞങ്ങൾ ഓരോരുത്തരെയും പഠിപ്പിക്കണമേ. അതിനായി ഞങ്ങളേവരെയും സജ്ജരാക്കണമേ. ലോകത്തിലുള്ള എല്ലാ ദുരാസക്തികളിൽ നിന്ന് ഞങ്ങളെ മനസ്സിലാക്കിപ്പിച്ച് അത് ഉപേക്ഷിക്കുവാനും ശരിയായ പാത തിരഞ്ഞെടുക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രത്യേകമായി ഈ നിമിഷം
ഞങ്ങൾക്ക് ഈ ഒരു വചനം നൽകിയ ഈശോയെ നമുക്ക് ആരാധിക്കാം. അവിടുത്തോട് നന്ദി പറയാം. അവിടുത്തെ എല്ലാവിധ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറങ്ങണമേ. അന്ത്യകാല അഭിഷേകം സകല ജഡത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ ആത്മാവിൽ നിറങ്ങണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശിടമേ, ആത്മനദിയായി ഒഴുകണമേ. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശിടമേ, ആത്മനദിയായി ഒഴുകണമേ. യുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. അസ്ഥിയുടെ താഴ്വരയിൽ ഒരു സൈന്യത്തെ ഞാൻ കാണുന്നു. അധികാരം പകരണമേ, ഇനി ആത്മാവിൽ പ്രവചിച്ചിടാം. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശിടമേ, ആത്മനദിയായി ഒഴുകണമേ. നീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശിടമേ, ആത്മനദിയായി ഒഴുകണമേ. Christ in Youth. എല്ലാ അത്ഭുതങ്ങളും നമ്മളെ വിശ്വാസത്തിലേക്ക് നയിക്കേണ്ടതാണ്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എല്ലാം ഒരു വാതിലാണ്. ആ വാതിലിലൂടെ ക്രിസ്തുവിനെ അനുഭവിച്ചറിയാനുള്ള വേദിയാണ്. അപ്രകാരം ക്രിസ്തുവിനെ അനുഭവിച്ചറിഞ്ഞതിൻ്റെ സാക്ഷ്യം നമ്മോട് പങ്കുവയ്ക്കുന്നു ഇന്നത്തെ യൂത്ത് ഐക്കൺ ആഗ്നസ്. ലെറ്റ്സ് വെൽക്കം. പ്രൈസ് ഗോഡ്. എൻ്റെ പേര് ആഗ്നസ് ബിജു. ഞാൻ പറപ്പൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഗാഗുൽത്ത യൂത്ത് ആർമിയിലത്തെ ഒരു അംഗമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഗാഗുൽത്ത ധ്യാനത്തിന് കൂടിയ സമയത്ത് 2 നിയോഗമാണ് ഈശോയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒന്നാമത്തത് നഴ്സിംഗിൻ്റെ ഫൈനൽ ഇയർ എക്സാമിന് എൻ്റെ ബാച്ചിലത്തെ എല്ലാവരും പാസ്സാവണമെന്ന്. അത് നടന്നു. രണ്ടാമത്തെ നിയോഗം ഞാൻ പറഞ്ഞത് മെയിൻ എക്സാമിൻ്റെ സമയത്ത് എന്തെങ്കിലും ഒരു പ്രശ്നമോ ബുദ്ധിമുട്ടോ എനിക്ക് വരുന്നുണ്ടെങ്കിൽ അത് ആ എക്സാമിന് തിയറി എക്സാമിന് ശേഷം മാത്രം വരണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ജാനുവരി 5-ാം തീയതി ആയിരുന്നു എൻ്റെ തിയറി എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ. അന്ന് എക്സാം കഴിഞ്ഞു ഞാൻ വീട്ടിലെത്തി ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ എനിക്ക് ഫോൺ കോൾ വന്നു, പപ്പയ്ക്കൊരു ആക്സിഡൻറ്റ് ഉണ്ടായി, വേഗം ഹോസ്പിറ്റലിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സമയത്ത് നല്ല ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. അവിടേക്ക് വന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പതുക്കെ പപ്പ എന്നെ വെൻറ്റിലേറ്ററിലേക്ക് ആക്കി. സംഭവം എന്താണെന്ന് വെച്ചാൽ പപ്പ നടന്നു വരുന്ന സമയത്ത് ഓപ്പോസിറ്റ് വന്ന് ബസ് അടിച്ചു. അപ്പോൾ വെൻറ്റിലേറ്ററിലേക്ക് ആക്കി. എമർജൻസി ആയിട്ടൊരു സർജറി നടത്തി. ഡോക്ടർ പറഞ്ഞു 48 മണിക്കൂർ കഴിഞ്ഞിട്ട് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ ആ സമയത്ത് ഗാഗുൽത്തായിലുള്ള പ്രയർ ഗ്രൂപ്പിനെയും പിന്നെ ഗാഗുൽത്താലത്തെ ഒരുപാട് പേരോടും പ്രാർത്ഥന ആവശ്യപ്പെട്ടു. അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഗാഗുൽത്തനാഥനോട് ഒരുപാട് നേരം പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി കുറച്ച് കഴിഞ്ഞ് വീണ്ടും ഒരു സർജറി നടത്തി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞപ്പോൾ പേടിക്കാനൊന്നുമില്ല, ഇപ്പോൾ അപ്പ ഓക്കെ ആവുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് നാൾ ICUയിലൊക്കെ കിടന്നു. ഇപ്പോൾ അപ്പ ഓക്കെയാണ്. അന്ന് ആ സമയത്ത് ആ സർജറിയൊക്കെ നടക്കുന്ന സമയത്ത് ഒരു പക്ഷേ പപ്പ നഷ്ടപ്പെട്ടു പോകുന്ന വരെ വിചാരിച്ചൊരു സമയം ഉണ്ടായിരുന്നു. കാരണം ഒന്നും പറയാൻ പറ്റില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാമെന്നൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞപ്പോൾ ഞാൻ ആ സമയത്ത് നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് തന്നെ അവരെല്ലാം തുറന്ന് പറഞ്ഞായിരുന്നു.
അപ്പോൾ ചിലപ്പോൾ വയറ്റിൽ സ്റ്റോമ ബാഗ് വരെ ഇടേണ്ടി വരുമെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഒരുപാട് പ്രാർത്ഥനയോടെയാണ്, ഞാൻ പോലും അറിയാത്ത ആൾക്കാർ വരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു, ഗാഗുൽത്തായെന്നും മറ്റു പലരും. അതിൻ്റെ ഭാഗമായി ആ സർജറി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു സ്റ്റോമ ബാഗ് ഒന്നും ഇടേണ്ടി വന്നിട്ടില്ല, അതൊരു മിറാക്കിളാണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞു. പപ്പ ഓക്കെ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഈശോ എനിക്ക് തന്ന മെസ്സേജ് എന്ന് പറയുന്നത്, എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം, എനിക്ക് സഹിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം, പക്ഷേ എല്ലാതും പറ്റുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്, അതൊരിക്കലും മറന്നു പോകരുതെന്നുള്ളൊരു മെസ്സേജാണ് എനിക്ക് ആ സമയത്ത് തന്നിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ഈ വിവരം ഗാഗുൽത്തായിലുള്ളവരോട് അറിയിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഗാഗുൽത്തായിലത്തെ യൂത്ത് മീറ്റിങ്ങിൽ വോളണ്ടിയറായിട്ടും ഇപ്പോൾ ഈ പരിപാടിയായിട്ടും ഞാനിപ്പോൾ ഗാഗുൽത്തായിൽ ഇപ്പോൾ അങ്ങനെ നടന്നു പോവുകയാണ്. പിന്നെ ഈശോയുടെ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഒരുപാട് സാധനങ്ങൾ തന്നിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എനിക്ക് സഹായിക്കാവുന്നതായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിൽ ഒരുപാട് സാധനങ്ങൾ തരുമ്പോൾ ഈശോ ഒപ്പം ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഓരോ അത്ഭുതങ്ങളും ക്രിസ്തുവിലേക്ക് അടുക്കാനുള്ള ഒരു വാതിലാണെന്ന് നമ്മൾ കേട്ടു. എല്ലാ തരത്തിലും ക്രിസ്തുവിനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ സ്നേഹത്തിൽ നിന്ന് വിട്ടുപോരാനായിട്ട് നമുക്ക് സാധിക്കില്ല. ഒരുപക്ഷെ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യുവജനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം തങ്ങളെ തന്നെ ഒന്ന് വിട്ടുകൊടുക്കുക എന്നുള്ളതായിരിക്കും. ദൈവഹിതത്തിന് വിട്ടുകൊടുക്കാൻ സാധിക്കാത്ത എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമ്മൾ ഈ നിമിഷം പ്രാർത്ഥിക്കുകയാണ്. ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെയും ഒരു നിമിഷം നമുക്കൊന്ന് ഓർത്തെടുക്കാം. ഒരുപക്ഷെ നമുക്കറിയാവുന്ന വ്യക്തികളുണ്ടാകാം, തങ്ങളുടെ തന്നെ മായാലോകത്തിൽ കുടുങ്ങി ബോധം നഷ്ടപ്പെട്ടു പോയ ഏതെങ്കിലുമൊക്കെ യുവജനങ്ങളുണ്ടെങ്കിൽ ഈ സമയം നമ്മൾ എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി, ആ തരത്തിൽ കിടക്കുന്ന എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു നിമിഷം നമ്മൾ പരസ്പരം കരങ്ങൾ കോർത്ത് പിടിച്ച് ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങുകയാണ്. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം, പരസ്പരം നമ്മുടെ കരങ്ങൾ നമുക്കൊന്ന് കോർത്ത് പിടിക്കാം. ഈ കരങ്ങളിൽ നമ്മൾ തമ്പുരാൻ്റെ തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുക എല്ലാ തരത്തിലുള്ള അഹങ്കാരത്തിലും കിടക്കുന്ന എല്ലാ യുവജനങ്ങളെയാണ്. ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ തങ്ങളെ തന്നെ വിട്ടുകൊടുക്കാൻ മടിയുള്ള എല്ലാവരെയും തമ്പുരാനെ അങ്ങ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ അവരുടെ ഹൃദയനിലങ്ങൾ ഉഴവുചാലുകൊണ്ട് കയറുവാനായിട്ട് അങ്ങയുടെ ദൂതനെ അയക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അവരുടെ ഹൃദയങ്ങളിലേക്ക് ദൈവത്തെ നോക്കാൻ തക്ക വിധത്തിലുള്ള ഒരനുഭവം നൽകണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ലോകമെമ്പാടുമുള്ള എല്ലാ യുവജനങ്ങളെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങിലേക്ക് നോക്കാൻ മടിച്ചു നിൽക്കുന്ന എല്ലാവരെയും തമ്പുരാനെ അങ്ങയുടെ ഹൃദയത്തിന്റെ ശ്രദ്ധയായിട്ട് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഏറ്റെടുത്ത് വിശുദ്ധീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഹൃദയ നിലങ്ങളിലേക്ക് അങ്ങയുടെ സ്നേഹം ഒരുക്കത്തക്ക രീതിയിൽ അവരുടെ ഹൃദയ ചാലുകളെ കീറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനം ഒഴുക്കി അവരെ ശക്തിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങാണ് സകലത്തിന്റെ അധിപനെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിലേക്ക് അവരുടെ ജീവിതങ്ങൾ മാറ്റപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. യേശുവേ, ആരാധന, 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 ആരാധന. സ്തുതി, സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. യേശുവേ, സ്തുതി, സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി, 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 നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. Christ in youth. ഈശോ നിക്കോദമസിനോട് പറയുന്നുണ്ട്, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം അവകാശപ്പെടുത്താൻ സാധിക്കുകയില്ല. നിക്കോദമസ് ചോദിക്കുന്ന ചോദ്യം തിരിച്ചാണ്, എങ്ങനെയാണ് വീണ്ടും ജനിക്കുക? നമുക്ക് അതിൻ്റെ എൻഡിലേക്ക് വരുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഈശോ പറഞ്ഞത് വയ്ക്കുന്നത് മുഴുവൻ മാമോദീസ എന്ന കൂദാശയെക്കുറിച്ചാണ്. ഇന്ന് നമ്മളെല്ലാവരും ക്രിസ്ത്യാനികളായി മാറുന്നത് മാമോദീസ മുങ്ങുന്നതിലൂടെ. എന്തായിരിക്കാം മാമോദീസ എന്ന കൂദാശ? അതിൻ്റെ ആന്തരിക അർത്ഥം എന്തൊക്കെയായിരിക്കും? ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം ഊഷ്മളതയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കും. മാമോദീസ എന്ന കൂദാശയെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിവ് പകർന്നു തരാനും നമുക്ക് ആത്മീയ ഉപദേശം തരാനും ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ബഹുമാനപ്പെട്ട നിക്സൺ ചാക്കോരി അച്ഛനാണ്. അച്ഛൻ വെസ്റ്റ് ചാലക്കുടിയിലെ വികാരി അച്ഛനാണ്. അച്ഛനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ക്രൈസ്റ്റ് ഇൻ യൂത്തിലേക്ക്. ഈശോയിൽ പ്രിയമുള്ളവരെ,
നിങ്ങൾക്കൊക്കെ സുഖമാണോ? സന്തോഷമല്ലേ? നിങ്ങളുടെ മുഖം കാണുമ്പോൾ തന്നെ അറിയാം വളരെ സന്തോഷമുള്ളവരാണെന്ന്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു വെച്ചിട്ടുണ്ട്, യൂത്ത് അവർ സന്തോഷം അന്വേഷിക്കേണ്ടത് ക്രിസ്തുവിലാണ്. എല്ലാ സന്തോഷത്തിൻ്റെയും പൂർണ്ണത അടങ്ങിയിരിക്കുന്നത് യേശു ക്രിസ്തുവിലാണ്. ഒരു യൂത്ത് അവർ സന്തോഷം അന്വേഷിക്കേണ്ടത് ക്രിസ്തുവിലാണ്. ആ യൂത്തിൻ്റെ എല്ലാ സന്തോഷവും അടങ്ങിയിരിക്കുന്നത് യേശുവിലാണ്. അപ്പം നമ്മൾ അന്വേഷിക്കേണ്ടത് യേശുവിലാണ്. ആ ഈശോ സ്ഥാപിച്ച ഒരു കൂദാശയാണ് മാമോദീസ. ഈശോ മാമോദീസ മുങ്ങിയിട്ടുണ്ടോ? നമ്മുടെ ഈശോ മാമോദീസ മുങ്ങിയിട്ടുണ്ട് അല്ലേ? ആരിൽ നിന്നാണ് ഈശോ മാമോദീസ മുങ്ങിയത്? സ്നാപക യോഹന്നാനിൽ നിന്ന്. നമ്മൾ ഈ മാമോദീസയെ കുറിച്ച് പഠിക്കുമ്പോൾ ഈശോയുടെ മാമോദീസ നമ്മൾ പഠിക്കണം, എന്നാലേ നമുക്കത് കൂടുതൽ വ്യക്തത കിട്ടുകയുള്ളൂ. ഈശോ മാമോദീസ സ്വീകരിച്ച ആ നിമിഷത്തിലാണ് എന്ത് തുറക്കപ്പെട്ടത്? സ്വർഗം തുറക്കപ്പെട്ടു. എന്നിട്ട് ദൈവം എന്താ പറഞ്ഞേ? ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു എന്നുള്ളതാണ്. ഇതിൽ തന്നെ മാമോദീസയുടെ അർത്ഥമുണ്ട്. മാമോദീസയിലൂടെ ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ മകനും മകളും ആവുകയാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. കണ്ടോ? അപ്പൊ ഞാനും നിങ്ങളും മാമോദീസ സ്വീകരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മകനും മകളുമായി മാറുകയാണ്. മാമോദീസ നമുക്ക് എത്ര പ്രാവശ്യം സ്വീകരിക്കാം? ഒരു പ്രാവശ്യം സ്വീകരിക്കാവുന്ന കൂദാശകൾ എത്ര എണ്ണം ഉണ്ട്? 3 എണ്ണം ഉണ്ട്. അവ ഏതൊക്കെയാണ്? മാമോദീസ, സ്ഥൈര്യലേപനം, തിരുപ്പട്ടം. ഇവ ക്രിസ്തുവിനോടും സഭയോടും ഒന്നായി തീരുന്നതാണ്. അപ്പൊ ഈ കൂദാശകൾ ആരോടാണ് ചേരുന്നത്? ക്രിസ്തുവിനോടും സഭയോടും ഒന്നായി ചേരുകയാണ്. ഈ കൂദാശ ഞാനും നിങ്ങളും സ്വീകരിച്ചാൽ വീണ്ടും അത് സ്വീകരിക്കേണ്ട. കാരണം ഈ കൂദാശകളിലൂടെ നമ്മളിൽ ഒരു മുദ്ര പതിപ്പിക്കുന്നുണ്ട്. അത് എവിടെയാവും മുദ്ര പതിപ്പിക്കുന്നത്? നമ്മുടെ ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കും. നമ്മുടെ ആത്മാവിൽ മായാത്ത മുദ്ര പതിപ്പിക്കുന്ന ഈ കൂദാശകൾ ഒരിക്കൽ മാത്രമേ സ്വീകരിക്കേണ്ടുള്ളൂ. മാമോദീസായിലൂടെ ഉത്ഭവ പാപത്തിൽ നിന്നും കർമ്മപാപമുണ്ടെങ്കിൽ കർമ്മപാപത്തിൽ നിന്നും ഒരാളെ പൂർണ്ണമായി മോചിപ്പിച്ച് അയാളെ ദൈവവരപ്രസാദം നൽകി ദൈവത്തിൻ്റെ മകനും മകളുമാക്കി നിത്യജീവനിലേക്കുള്ള കവാടം തുറന്നു കൊടുക്കുന്നതാണ് ഈ മാമോദീസ. അതായത് നഷ്ടപ്പെട്ടു പോയ ആ സ്വർഗരാജ്യം, ദൈവരാജ്യം ഈ മാമോദീസായിലൂടെ ദൈവം തിരുസഭയിലൂടെ ഒരു വ്യക്തിക്ക് തുറന്നു കൊടുക്കുന്ന കൂദാശയാണ് മാമോദീസ. ഈ മാമോദീസായിൽ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് ഈശോയുടെ മരണത്തിൽ നമ്മൾ പങ്കുചേരുകയാണ്, പിന്നെ ഈശോയുടെ ഉത്ഥാനത്തിന് പങ്കുചേരുകയാണ്. എന്തുകൊണ്ടാണ് ഈശോയുടെ മരണത്തിൽ നമ്മൾ പങ്കുചേരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൗലോസ്ലീഹയാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മാമോദീസ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ഈശോയുടെ മരണത്തിലും ഉത്ഥാനത്തിലും പങ്കുചേരുന്നു. ഈശോ മരിച്ച് 3 ദിവസം കല്ലറിൽ അകപ്പെട്ടു, പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. ആ ഒരു മരണത്തിൽ ഒരു മർത്യൻ പങ്കാളിയാവുകയാണ് ഈ മാമോദീസയിലൂടെ. ആ വെള്ളത്തിൽ അവൻ മുങ്ങുമ്പോൾ, ചെങ്കടലിലൂടെ കടന്ന് അവർ കാനാൻ ദേശത്തേക്ക് പോകുമ്പോൾ ആ ചെങ്കടൽ ഇതുപോലെ ഒരു മുങ്ങലാണ്. അതുപോലെ തന്നെ നോഹ പെട്ടകത്തിലായിരുന്നു, അതും ഇതിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ പാപത്തിന് ഒരു മനുഷ്യൻ മരിച്ച് പാപത്തിന് മനുഷ്യൻ്റെ മേൽ അധികാരമില്ലാത്തവണ്ണം അവൻ്റെ ശരീരം ദൈവത്തിനോടൊപ്പം ഉയർത്തെഴുന്നേൽക്കുന്നതിനെയും കൂടി ഈ മാമോദീസ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈശോ പാപത്തിന് മരിച്ചു. അത് ഈശോയുടെ ജീവിതത്തിൽ പാപത്തിന് ഒരു സ്ഥാനവുമില്ല. ഈശോയുടെ ജീവിതത്തിൽ മരണത്തിന് സ്ഥാനമില്ല. കാരണം കർത്താവ് മരണത്തെ എന്നേക്കുമായി തോൽപ്പിച്ചു. ആ മരണത്തെ തോൽപ്പിച്ച് ജീവനിലേക്ക് പ്രവേശിച്ച ആ ദൈവത്തെ നമുക്ക് സൂചിപ്പിക്കുവാൻ ദൈവം നൽകിയ ഒരു ദൈവവരപ്രസാദത്തിൻ്റെ ദൃശ്യമായ ഒരു അടയാളമാണ് ഈ മാമോദീസ. ഇനി മാമോദീസ മുങ്ങിയ വ്യക്തികൾ ഉത്ഭവപാപത്തിൽ നിന്നും അവന് ദൈവം എന്നേക്കുമായി നിന്ന് മോചിപ്പിച്ചു. എന്തെങ്കിലും കർമ്മപാപങ്ങൾ അവനുണ്ടെങ്കിൽ അത് മോചിപ്പിച്ചു. അപ്പം ആ മാമോദീസ മുങ്ങുന്നതിലൂടെ കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളിയായി. എന്നിട്ട് അവൻ ഉയർത്തെഴുന്നേൽക്കുകയാണ് കർത്താവിൻ്റെ ഉത്ഥാനത്തോടു കൂടി. ഇനി അവൻ ദൈവ രാജ്യത്തിൻ്റെ അവകാശിയാണ്. അവൻ ദൈവ മകനാണ്, അവൾ ദൈവ മകളാണ്. അങ്ങനെ ദൈവത്തിൻ്റെ മകനും മകളുമാകുമ്പോൾ അവൻ ധരിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെയാണ്. പൗലോസ്ലീഹ പറയുന്നു, ഗലാത്യക്കാർക്കുള്ള ലേഖനം 3-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ, നാം അവനോടുകൂടി ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ആ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നതിൻ്റെ ഒരു അടയാളമാണ് ആ വെളുത്ത വസ്ത്രം.
മാമോദീസയിൽ ഒരു വെള്ള തൂവാല കൊടുക്കുന്നത് കണ്ടിട്ടില്ലേ? വെളുത്ത വസ്ത്രമാണ് കുഞ്ഞുങ്ങൾ ധരിക്കുക, കണ്ടിട്ടില്ലേ? അത് ക്രിസ്തുവിനെ ധരിക്കുന്നതിന് അടയാളമാണ്. അടുത്തത് ഒരു തിരി കൊടുക്കുന്നു. എന്താണ് ആ തിരി? കർത്താവ് ലോകത്തിൻ്റെ പ്രകാശമാണ്. അപ്പം നമ്മുടെ ഉള്ളിലേക്ക് ദൈവം പ്രകാശമായി കടന്നു വരുന്നു. ഞാൻ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ ജീവിക്കേണ്ടവനാണ്, എൻ്റെ ഉള്ളിൽ ദൈവം പ്രകാശമാണ്. അതിനാണ് ആ തിരി കൊടുക്കുന്നത്. അങ്ങനെ മാമോദീസായിലൂടെ ഒരു മകനും മകളുമായി മാറുന്നു. എന്നേക്കുമായി അവൻ ദൈവരാജ്യത്തിൻ്റെ അവകാശിയായി മാറുകയാണ്. അപ്പോൾ ഈ മാമോദീസ മുങ്ങിയ ഞാനും നിങ്ങളും ഈശോയുടെ ഇനി 3 വിധ ദൗത്യത്തിൽ പങ്കാളികളാകുന്നുണ്ട്. 1 ഈശോയുടെ പ്രവാചക ദൗത്യം, 2 പുരോഹിത ദൗത്യം, 3 രാജകീയ ദൗത്യം. ഈ 3 ദൗത്യത്തിലും മാമോദീസ മുങ്ങുന്ന എല്ലാവരും ഈശോയുടെ 3 ഈ ദൗത്യത്തിൽ പങ്കാളികളാണ്. അപ്പോൾ നമ്മൾ പുരോഹിതരാണ്. കർത്താവിനെ പോലെ ഉള്ളൊരു പൗരോഹിത്യം നമുക്കുണ്ട്. എന്നാൽ ശുശ്രൂഷ പൗരോഹിത്യം വൈദികർക്കാണ്. എങ്കിലും മാമോദീസ മുങ്ങിയ ഒരാൾ ഈശോയുടെ പൗരോഹിത്യത്തിലും ഈശോയുടെ പ്രവാചകത്വത്തിലും ഈശോയുടെ രാജ്യത്വത്തിലും പങ്കാളികളാകുന്നുണ്ട്. ഈ ഒരു മാമോദീസായുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. മനസ്സിലായോ? ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കേട്ടോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. Christ in Youth. ജീവിതത്തിലെ തീരുമാനങ്ങൾ അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ബൈബിളിൽ അങ്ങനെ തീരുമാനം ഒന്ന് മാറ്റിയ ഒരു വ്യക്തിയെ കാണുന്നുണ്ട്. നവോമിയുടെ മരുമകൾ റൂത്ത്. നവോമിക്ക് 2 മരുമക്കളുണ്ടായിരുന്നു. ഒരാൾ ഓർഫ, മറ്റേയാൾ റൂത്ത്. 2 മരുമക്കളെയും നവോമി പറയുന്ന ഒരു കാര്യമുണ്ട്. തങ്ങളുടെ ഭർത്താക്കന്മാർ മരിച്ചപ്പോൾ തങ്ങളുടെ തന്നെ ദേശത്തേക്ക് തിരികെ പോവുക. ഓർഫ അമ്മയുടെ തീരുമാനത്തെ ശരിവെച്ച് തൻ്റെ തന്നെ നാട്ടിലേക്ക് പോയി. എന്നാൽ റൂത്ത് ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ആ തീരുമാനം ഇപ്രകാരമായിരുന്നു: എന്തൊക്കെ വന്നാലും അമ്മയെ വിട്ടുപിരിഞ്ഞു പോവില്ല. കഠിന ക്ഷാമത്തിൻ്റെ കാലമാണെന്ന് ഓർക്കണം. പക്ഷേ റൂത്ത് തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നു. വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ക്രിസ്തുവിൻ്റെ ജീനിയോളജി എടുത്തു വായിക്കുമ്പോൾ അതിൽ പ്രധാനപ്പെട്ടതായി കാണുന്ന ഒരു പേര് റൂത്തിൻ്റെ പേരാണ്. ഓർഫ കാലങ്ങളുടെ യവനികളിൽ മറഞ്ഞു. പക്ഷേ റൂത്ത് ഇന്നും എഴുതപ്പെട്ട് നിന്നു. ക്രിസ്തുവിൻ്റെ രക്ഷാകര ചരിത്രത്തിൽ റൂത്ത് അംഗമായി തീർന്നു. എന്തായിരുന്നു കാരണം? ഒരു തീരുമാനം. ആ തീരുമാനമായിരുന്നു റൂത്തിൻ്റെ ജീവിതത്തെ രക്ഷാകര വഴിയിലേക്ക് എത്തിക്കുന്ന ഒന്നായി മാറിയത്. നാം ഇന്ന് പ്രാർത്ഥിക്കുകയാണ്, നമ്മുടെ തീരുമാനങ്ങൾ ദൈവികമാകട്ടെ, രക്ഷാകരമാകട്ടെ. ഇന്നത്തെ ക്രൈസ്റ്റ് ഇൻ യൂത്ത് വൈൻഡപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരാഴ്ചത്തെ തീരുമാനങ്ങളെ തമ്പുരാന്റെ തിരുസന്നിധിയിലേക്ക് കൊടുത്ത് വിശദീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ടിൽ ദെൻ, സൈനിങ് ഓഫ്, ക്രൈസ്റ്റ് ഇൻ യൂത്ത്.